ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് മത്സരം. ശരിക്കും പറഞ്ഞാല് കളിയെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല, കാരണം കളി കണ്ടിട്ടില്ല ഇന്നലെ. അതായത് പറയുകയാണെങ്കിൽ അമ്മാതിരി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇന്നലെ ഈസ്റ്റ് ഗാലറിയിൽ, അതായത് മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത്. അമ്മാതിരി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മള് പലതവണ ഈസ്റ്റ് ഗാലറിയിൽ ഇരുന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ചാൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് എനിക്കറിയില്ല അതെങ്ങനെയാ പറഞ്ഞ് വലിപ്പിക്കുക എന്ന് എനിക്ക് അറിയില്ല. കാരണം വേറെ ലെവൽ എക്സ്പീരിയൻസ്. ഇന്നലത്തെ ചാൻഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നലത്തെ ചാൻഡിങ്ങിനെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിക്കാനുള്ളത്. അതായത് 90 മിനിറ്റ് ഒന്നും ആയിരുന്നില്ല, എപ്പോഴോ തുടങ്ങി ചാൻഡിങ് ഒക്കെ, എപ്പോഴോ. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലെയേഴ്സ് പ്രാക്ടീസിന് വന്ന സമയം മുതൽ, അതായത് വാമപ്പിന് വന്ന സമയം മുതൽ തുടങ്ങിയ ചാൻഡിങ് തീർന്നത് പോലും പ്ലെയേഴ്സ് ഒക്കെ തിരിച്ച് കയറി പോയപ്പോഴാണ് തോന്നുന്നത്. അതായത് കളിയൊക്കെ കഴിഞ്ഞ് പ്ലെയേഴ്സ് ഒക്കെ പോയിട്ടാണ് അവിടുത്തെ ചാൻഡിങ് നിന്നതെന്നാണ് തോന്നുന്നത്. 1 മിനിറ്റ് പോലും ആരും ഇരുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഹാഫ് ടൈമിന്റെ സമയത്ത് മാത്രം ഒന്ന് റെസ്റ്റ് എടുത്തതല്ലാതെ 1 മിനിറ്റ് പോലും അവിടെ അടങ്ങിയിരുന്നിട്ടില്ല. പുതിയ പുതിയ കുറെ ചാൻസ് സോങ്ങുകൾ, പിന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചാൻഡ് ചെയ്യുന്നു. എനിക്കറിയില്ല ആ എക്സ്പീരിയൻസ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണത്. സത്യം പറയല്ല, ഈ മാച്ച് മിസ് ചെയ്തവരുടെ ഒരു ഫുട്ബോൾ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു ബിഗസ്റ്റ് മിസ്സായിരിക്കും ഇതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്ര കണ്ട് ഇന്നലെ ആഘോഷിച്ചിരുന്നു, അത്ര കണ്ട് ഇന്നലെ ആർമാദിച്ചിരുന്നു എന്ന് വേണേൽ പറയാം. ഇപ്പോ നമ്മള് മാച്ച് ജയിച്ചു, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ആദ്യം തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ, റയാൻ വില്യംസിന്റെ ആദ്യത്തെ ഇന്ത്യൻ ജേഴ്സിയിലുള്ള ആദ്യ മത്സരമായിരുന്നു. ആള് ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ അടിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് മത്സരത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനൊന്നും കഴിയില്ല. കാരണം അങ്ങനെ കളി കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഇങ്ങനെ ജില്ല് ചാൻഡിങ്ങിന്റെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് മാച്ചിനെ പറ്റിയിട്ട് ഇരുന്ന് കണ്ട് അനലൈസ് ചെയ്യാനൊന്നുള്ള സമയമൊന്നും ഇല്ലായിരുന്നു, അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു. കാരണം ഗാലറിയൊക്കെ നിന്ന് കുലുങ്ങുക. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് കളി നമ്മൾ കണ്ടത്. ഒന്നാമത്തെ കേസ് എനിക്ക് ഭയങ്കര സഹതാപവും വിഷമമൊക്കെ തോന്നിയത് ഹോങ്കോങ് പ്ലേയേഴ്സിനോടാണ്. അളിയന്മാർ അതിന്റെ നടുക്കിടന്ന് പുഴുങ്ങി എന്നുള്ളതാണ്. അവർക്ക് ഒരു രീതിയിലും കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെ മാക്സിമം ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ചാൻഡിങ്ങിന്റെ കേസിലേക്ക് തന്നെയാണ് പിന്നെ ഞാൻ വരുന്നത്. കാരണം നമ്മൾ ഒരുപാട് പേര്, അതായത് ഇപ്പം ഈസ്റ്റ് ഗാലറിയിൽ മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഇരുന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുമ്പോൾ നമ്മള് ഹരാസ് ചെയ്തുകൊണ്ടിരുന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ ഇന്നലെ നമ്മുടെ ഗാലറി എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം എസ്പെഷ്യലി ഗുർപ്രീത് സിംഗ് സന്ധു, ആളിനൊക്കെ ഇന്നലെ നമ്മൾ കൊടുത്ത ഒരു സപ്പോർട്ട്, എന്റെ അമ്മോ എന്തായിരുന്നു അത്. ഗുൽപ്രീത്, അതേപോലെ ആഷിഖ്, ബിജോയ് വർഗീസ്. ബിജോയ് പിന്നെ നമ്മുടെ പയ്യൻ, ആളൊക്കെ ബിജോയ് ഇന്നലെ ഭയങ്കര പെർഫോമൻസ് കൂടെ ആയിരുന്നു. അപ്പൊ ബിജോയിയൊക്കെ ഇന്നലെ എടുത്തിങ്ങനെ ആകാശത്ത് വെച്ചേക്കായിരുന്നു. പിന്നെ ഇതിൽ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു കുറച്ച് വിഷമം ഉണ്ടെങ്കിലാണെന്ന് പറയുന്നത് സഹലാവാനുള്ള സാധ്യത. നമ്മൾ സഹലിനെ പറ്റിയിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തതാണ്. സോ സഹൽ 10 മിനിറ്റ് പ്ലെയർ എന്നതിൽ നിന്ന് ഒരു ബെഞ്ച് പ്ലെയറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സഹൽ ഇനിയെങ്കിലും അത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സഹലിനെ സംബന്ധിച്ച് കളികൾ ഇനിയും വന്നേക്കാം, പക്ഷെ നമ്മുടെ ഈ GCDA പോലെയുള്ള ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇനി ഇന്ത്യയുടെ കളി ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് നമുക്കൊരു സംശയമുള്ള കാര്യമാണ്. എന്നാലും ഇനിയും ഇന്ത്യയുടെ കളികൾ നമ്മുടെ ഹോമിൽ വന്നേക്കാം. സഹലിനൊക്കെ അപ്പൊ അവസരം ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അപ്പോ സഹല് കുറെ കൂടി ബെറ്റർ ആയിട്ട്, അല്ലെ കുറെ കൂടി മെച്ചുവേർഡ് ആയിട്ട് കരിയറിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ബെഗാനിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇസ്റ്റന്റെ താഴെ ഇങ്ങനെ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് 10 മിനിറ്റ് പ്ലെയർ എന്ന പദവിയിൽ നിന്ന് മാറി ഇപ്പൊ ബെഞ്ച് പ്ലെയർ എന്ന പദവിയിലേക്ക് പോയിരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ സഹലിനെയാണ് ആ ഗാലറി മുഴുവൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇന്നലെ. സഹലിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഗാലറി മുഴുവൻ. സഹല് എപ്പോ ഇറങ്ങും. സഹല് ജസ്റ്റ് വാമപ്പ് ചെയ്യാൻ പോയപ്പോ പോലും ഗാലറി ഇളകിയ ഒരു ഇളക്കം ഉണ്ടായിരുന്നു. സോ ഗാലറി ഒന്ന് ഡിസപ്പോയിന്റ് ആയത് സഹല് ഇറങ്ങിയില്ല എന്ന ഒരു ഇതിലായിരുന്നു. പക്ഷെ സഹല് അവസാനം നമ്മൾ വൈക്കിംഗ് ക്ലാബിന്റെ സമയത്തൊക്കെ സഹല് വന്നിട്ടുണ്ടായിരുന്നു. സഹല് ജസ്റ്റ് ആ വന്നത് തന്നെ ക്രൗഡിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. സഹലിനോടൊപ്പം ചാൻഡ് ചെയ്തു, സഹലിന് വേണ്ടി ചാൻഡ് ചെയ്തു, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ആഷിഖിന്റെ കേസ് പറയുകയാണെങ്കിൽ ആഷിഖിന്റെ ഭയങ്കര എന്താ പറയാ, അത് ആവേശം കൊണ്ട് പുറകിതനായിട്ട് നിൽക്കുകയായിരുന്നു. അന്ന് കുറെ ഷൂട്ടൊക്കെ ചെയ്തു, ഓൺ ടാർജറ്റ് അല്ലാത്തത്. പിന്നെ സഹലിന് ഒരു അറസ്റ്റ് ചെയ്യാൻ പാകത്തിന് വന്നൊരു സാധനമൊക്കെ ആഷിഖ് അടിച്ച് വെളിയിൽ കളഞ്ഞു. സോ അതിനൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. ആഷിഖിന്റെ ആവേശമായിരുന്നു. ആഷിഖിന് എങ്ങനെ ഒരു ഗോൾ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു ആഷിഖിന്. പക്ഷെ ആഷിഖ് വന്ന അത്രയും സമയം വൃത്തിയായിട്ട് കളിച്ചു. ബിജോയ് വന്ന അത്രയും സമയം കിഡിലുമായിട്ട് കളിച്ചു. പിന്നെ റയാൻ വില്യംസിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഇന്നലെ വിഷയമായിരുന്നു. പുള്ളിയുടെ ഓരോ എന്താ പറയാ, പുള്ളിയുടെ ഓരോ മൂവ്സും
അടിപൊളി. പിന്നെ ചാങ്തെ, അങ്ങനെ ഓരോരുത്തരും ലിസ്റ്റൻ, എല്ലാ പ്ലേയേഴ്സും ഇന്നലെ വളരെ വളരെ വൃത്തിയായിട്ട് കളിച്ചു. ഇപ്പം എനിക്ക് കളിയെ പറ്റിയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖാലിദ് ജമീലിന് വന്നതിന് ശേഷം ഭയങ്കര ഇംപ്രൂവ്മെന്റ് ടീമിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പൊ ആ ഇമ്പ്രൂവ്മെന്റ് ഇന്നലെ മാച്ചിൽ കാണുന്നുണ്ടായിരുന്നു ശരിക്കും. പിന്നീട് പിന്നെയും എനിക്ക് പറയാനുള്ളത് ചാൻഡിങ്ങിനെ പറ്റി തന്നെയാണ്. ചാൻഡിങ്ങിനെ പറ്റിയിട്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇന്നത്തെ ചാനൽ ലീഡേഴ്സ് അവരിന്നലെ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. അവരിന്നലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തതിന്റെ എല്ലാ ക്രെഡിറ്റും ആ ചാനൽ ലീഡേഴ്സിനുള്ളതാണ്. സോ അവര് ഇന്നലെ എന്താ പറയാ, ഇന്നലെ നമുക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ. അത് ഭയങ്കരം, അത് മിസ് ചെയ്തവരൊക്കെ മിസ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ അതിനകത്ത് ഒന്നും പറയാനില്ല. ഇതുപോലൊരു എക്സ്പീരിയൻസ് അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമ്മള് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് ചാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ അപ്പുറം ചാൻഡിങ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ നടത്തിയിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ നാഷണൽ ടീമും ഇന്ത്യൻ സ്ക്വാഡ് ആയതുകൊണ്ടാവാം ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെയോ പറയാനുണ്ട്, ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചാൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ആ വന്ദേ മാതരം എന്നുള്ള പാട്ടൊക്കെ എല്ലാരും കൂടി ചേർന്ന് ഒരേ താളത്തില് ഒരേ ഈണത്തില് അതൊക്കെ ഭയങ്കര ഇതിലെ സംഭവം. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സീസൺ തുടങ്ങി, അതായത് ISL സീസൺ തുടങ്ങി ഇത്രയും മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഈസ്റ്റ് ഗാലറിയിൽ ഇതുവരെ നമുക്ക് വൈക്കിംഗ് ക്ലാപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് വെച്ചിട്ട് വൈക്കിംഗ് ക്ലാപ്പ് പോയിട്ട് വെറുതെ എണീറ്റ് ക്ലാപ്പ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ അതെല്ലാം കൂടി ചേർത്തൊരു വൈക്കിംഗ് ക്ലാപ്പ് അങ്ങ് ചെയ്തു എന്നുള്ളതാണ്. എന്തായിരുന്നു ആ ക്ലാപ്പ്? നാഷണൽ ടീം ജയിച്ചു വന്ന് നിൽക്കുന്ന നാഷണൽ ടീമിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മള് ഈസ്റ്റ് ഗാലറിയിൽ ഇരുന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ റൈവൽസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന പല പ്ലേയേഴ്സും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ നോക്കി വൈക്കിംഗ് ക്ലാപ്പ് ചെയ്തു എന്നുള്ളതാണ്. മഞ്ഞപ്പടയ്ക്ക് നേരെ നിന്ന് വൈക്കിംഗ് ക്ലാപ്പ്. ആ വൈക്കിംഗ് ക്ലാപ്പ് കുറെ ആയി നമ്മൾ വൈക്കിംഗ് ക്ലാപ്പ് ചെയ്തിട്ട്, അതെല്ലാത്തിന്റെയും കൂടി ചേർത്ത് ഇന്നലെ ഒരു വൈക്കിംഗ് ക്ലാപ്പ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള സാധനം. അപ്പോ അങ്ങനെയാണ്. ഇപ്പോ ഇന്നലെ ഞാൻ ഫാമിലി ആയിട്ടാണ് കളി കാണാൻ പോയത്. എന്റെ കുട്ടി ഉണ്ടായിരുന്നു, എല്ലാവരും, വൈഫ് ഉണ്ടായിരുന്നു, എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഭയങ്കര ആടി തിമിർത്തു, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സോ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു നാഷണൽ മത്സരങ്ങൾ കൊച്ചിയിലേക്ക് എത്തട്ടെ എന്നുള്ളത്. അപ്പം ഈ GCDയോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഫുട്ബോളിനെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ ആരാധകരെ, അവരുടെ ഫുട്ബോൾ പാഷനെ നിങ്ങളിങ്ങനെ ചൂഷണം ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇതിനെ പറ്റിയിട്ട്, നമ്മുടെ ഈ കഴിഞ്ഞ മത്സരത്തെ പറ്റിയിട്ടൊരു നെഗറ്റീവ് എനിക്ക് സംസാരിക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.